നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ എന്തായിരിക്കും? ആ കൊടുങ്കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിക്കുമോ? കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിച്ചേക്കും. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. അയൽവാസികൾക്ക് പ്രതിയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നാളേക്ക് വെച്ചിട്ടുള്ളത് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണ്. ആ കേസിൽ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരമാവധി വധശിക്ഷ നൽകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാൻ സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇരുവിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അഭിഭാഷകർ പറയുന്നതനുസരിച്ച് ഈ പ്രതിക്ക് ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്താണെന്നറിയാം. കേരളം കാത്തിരിക്കുകയാണ്. പക്ഷെ ഇനിയും കൂടുതൽ കാത്തിരിപ്പ് വേണ്ടി വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇയാളുടെ ഭാഗത്ത് ഒരിക്കൽ പോലും ഒരു മനപരിവർത്തനത്തിന് സാധ്യതയില്ലെന്ന്. കാരണം വീണ്ടും ഈ ഇത്രയധികം കൂട്ടക്കൊലകൾ നടത്തിയിട്ടും 3 പേരെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു കുറ്റബോധവുമില്ലാത്ത വ്യക്തിയാണ്. അതിനുശേഷവും പലർക്കു നേരെയും കൊലവിളി മുഴക്കുന്നുണ്ട്. തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമര തന്നെ കോടതിയോട് പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? അതായത് എന്ന് വിധി വരുമെന്നാണ് സൂചനകൾ. നാളെയും ഇതുമായി ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും വാദങ്ങൾ കോടതി പൂർത്തിയാകുന്നുണ്ടോ, അതോ ഈ റിപ്പോർട്ടുകളുടെ പരിശോധനകൾ മാത്രമായിരിക്കുമോ നാളെ കോടതിയിൽ നടക്കുക? ടോം, ചെന്താമര കേസിൽ വിധി വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് ഇന്നത്തെ നടപടികൾ ക്രമങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. നാളെ മിറ്റിഗേഷൻ റിപ്പോർട്ട്, അത് നിയമസഹായ സമിതി നൽകുന്ന റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തും. അതിൽ ഒരുപക്ഷെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായേക്കാം. എന്താണെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിനനുസരിച്ചായിരിക്കും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായാലും മറ്റൊരു ദിവസത്തേക്കായിരിക്കും വിധി പറയാൻ മാറ്റിവെക്കുക എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റന്നാളായിരിക്കാം, അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമായിരിക്കും. അതെന്താണെന്ന് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഇതുവരെയുള്ള തെളിവുകളും അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രതിയുടെ മാനസികാവസ്ഥയും ഇതുവരെ അയാളുടെ ചരിത്രവും എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു മനപരിവർത്തനമോ ഇതിൽ പശ്ചാത്താപമോ ഒന്നും തോന്നാത്ത ഒരു വ്യക്തിയാണ് ഈ ചെന്താമര. മാത്രമല്ല ആ കുട്ടികൾക്ക്, അതായത് സുധാകരൻ്റെ കുട്ടികൾക്ക് ഇയാൾ ഭീഷണിയാകുന്നുണ്ട്. ആ സമൂഹത്തിന് തന്നെ, ആ മേഖലയിലെ പലർക്കും ഇയാൾ ഭീഷണിയാകുന്നുണ്ട്. 2 കുടുംബങ്ങൾ അവിടുന്ന് താമസം മാറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പലരുടെയും ജീവന് ഭീഷണിയെന്ന് അവർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ, മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്ന ഒരു ക്രിമിനലാണ് ഇയാളെന്നും മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയില്ലെന്നും ഇയാൾ ചെയ്ത കൊടും ക്രൂരകൃത്യം അതിൻ്റെ ഗൗരവം ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നും 3 കൊലപാതകങ്ങൾ 2019 കൊലപാതകം തുടർച്ചയായിട്ടാണ് 2025 ഇരട്ട കൊലപാതകമെന്നും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ വിസ്തരിച്ചത് അല്ലെങ്കിൽ ഹാജരാക്കിയത് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി കണ്ടെത്തിയത്. ഇനി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന പോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കോടതി
കോടതി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ ആകെ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം പ്രായത്തിൻ്റെ ആനുകൂല്യം മാത്രമാണ്. 62 വയസ്സോളം ഇയാൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ നിലനിൽക്കുന്നു എന്നതാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. മാത്രമല്ല മുൻപത്തെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നത് ഈ ഒരു കേസിൽ ശിക്ഷ നൽകാൻ കാരണമാവുന്നില്ല എന്ന വിധിന്യായമൊക്കെ രാജസ്ഥാൻ കോടതി വിധിന്യായമൊക്കെ പ്രതിഭാഗം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതും എത്രമാത്രം കോടതി അംഗീകരിക്കുമെന്ന് പറയാനാകില്ല. മാത്രമല്ല ഇയാൾക്കെതിരെ സാഹചര്യത്തിലുള്ള മാത്രമാണുള്ളതെന്നാണ് പ്രതിഭാഗം പറയുന്നത്. പക്ഷേ വിധി പറഞ്ഞൊരു കേസിൽ ഇനി അതിന് പ്രസക്തമല്ല. ഇനി ഇവിടെ ആകെ ശേഷിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഇയാൾക്കെതിരെയുള്ള ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ശേഖരിക്കുന്നത്. അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്ത് പറയുന്നു എന്നുള്ളതും അതിൽ വാദപ്രതിവാദം ഉണ്ടാകുമോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. അതിനുശേഷം നാളെ ആയിരിക്കും എന്നാകും വിധി പറയുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ടോം. തീർച്ചയായും എന്തായാലും ഈ കുടുംബം, സുധാകരൻ്റെ കുടുംബം, അവരുടെ മക്കൾ അടക്കം ആവശ്യപ്പെടുന്നത് ഈ പ്രതിക്ക് ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിക്കണമെന്നാണ്. പ്രോസിക്യൂഷൻ്റെ വാദവും അതുതന്നെയാണ്. നമുക്കങ്ങനെ എന്ത് പ്രതീക്ഷിക്കാം? പ്രോസിക്യൂഷൻ പ്രതീക്ഷയിലാണോ? കുടുംബം പ്രതീക്ഷയിലാണോ? സാധാരണഗതിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കേണ്ടതല്ലേ? കാരണം ഇയാളെപ്പോലെയുള്ള ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങിയാൽ വീണ്ടും അവിടുത്തെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, അയൽവാസികൾക്കൊക്കെ അത് ഭീഷണിയാകും എന്ന കാര്യം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രോസിക്യൂഷൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഇയാളുടെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലവും ഇയാളുടെ മാറാത്ത സ്വഭാവവും ഇയാൾ മൂലം ആ കുടുംബത്തിനും ആ നാടിനും ആ പ്രദേശവാസികൾക്കും ഉണ്ടാകുന്ന ഭീഷണിയുമാണ്. അതായത് ഇയാൾ പുറത്തിറങ്ങിയാൽ ആ കുടുംബത്തിലെ ഒരാളെ കൂടി കൊല്ലും അല്ലെങ്കിൽ ആ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ആ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. 3 പേരാണ് ഒരു കുടുംബത്തിലെ ഇയാൾ കാരണം ലോകത്തിൽ ഇല്ലാതെയായിപ്പോയത്. അപ്പോൾ അയാളുടെ ആ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അയാൾ അന്ധവിശ്വാസം മൂലം നഷ്ടമായത് ആ കുടുംബത്തിൻ്റെ 3 വിലപ്പെട്ട ജീവനാണ്. ആ കുട്ടികൾ അനാഥരാണ് അക്ഷരാർത്ഥത്തിൽ. സ്വാഭാവികമായിട്ടും അവർക്ക് ജീവനിൽ ഭയമുണ്ടെന്ന് അവർ തന്നെ കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇയാളെ പേടിച്ച് നാടുവിട്ടവർ ഉണ്ട്, പുഷ്പയടക്കമുള്ളവർ. അതുപോലെ തന്നെ ശിവരാജനടക്കമുള്ളവർക്ക് ഭീഷണിയുണ്ടെന്ന് അവർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇനി പുറത്തിറങ്ങുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ആ നാടിന് വലിയ ഭീഷണിയാകും. മാത്രമല്ല അത് വലിയൊരു ദുരന്തത്തിന് വീണ്ടും വഴിവെക്കും. ഒരിക്കലും ചെയ്തു പോയ കുറ്റകൃത്യത്തിൽ പശ്ചാത്താപമില്ലാത്ത, മനഃശാഞ്ചന്യമില്ലാത്ത, തിരുത്താൻ ഒരു തരത്തിലും താൻ തയ്യാറല്ലെന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയ, ഇനിയും വേണമെങ്കിൽ ഞാൻ ആരെയും നേരിടുമെന്ന് പറയുന്ന, ഗാന്ധിജി അല്ലെന്ന് പറയുന്ന ഈ ഒരു പ്രതി അത് മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തുവിടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും മാത്രമല്ല ഇത് ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അപൂർവമായിട്ടുള്ള കുറ്റകൃത്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാനാകും. കാരണം മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കമുള്ളവ ഹാജരാക്കുമ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാലതാമസം എടുക്കുന്നതെന്നും ഇത്രയും നടപടികൾ ദൈർഘ്യമെടുത്ത് പൂർത്തീകരിക്കുന്നതുമാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും കോടതിയുടെ വിധി അത് എന്താകുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാകില്ല. എന്ന് വിധി വരുമെന്നുള്ള കാര്യത്തിൽ നാളെയോടെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. ടോം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിക്കണം, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കുടുംബമടക്കം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നീതി കിട്ടണമെങ്കിൽ അച്ഛനെ, അമ്മയെ, മുത്തശ്ശി അടക്കം നഷ്ടപ്പെട്ട 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. അത്രയധികം ഭീതിയോടെ ജീവിക്കുന്ന ആ പ്രദേശത്തെ പോത്തുണ്ടിയിലെ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.